ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മലയാള സിനിമയെ പിടിച്ചുലച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. റോൾ വേണമെങ്കിൽ കിടക്ക പങ്കിടണമെന്നും മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശം. മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളും വിവേചനങ്ങളും തുറന്നുകാട്ടുന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ നിറഞ്ഞതാണ്. ലഹരിയുടെ ഉന്മാദത്തിൽ നടിമാർ താമസിക്കുന്ന മുറിയുടെ വാതിലിൽ ചെന്നുമുട്ടുന്ന സിനിമയിലെ പുരുഷന്മാർ കേവലം കെട്ടുകഥയല്ല. റോൾ കിട്ടാൻ ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നതും മലയാള സിനിമയിലെ യാഥാർത്ഥ്യം. റിപ്പോർട്ടിന്റെ 55-56 പേജുകളിലാണ് സിനിമയിലെ ലൈംഗിക ചൂഷണത്തിന്റെ നടുക്കുന്ന വിവരങ്ങൾ. പറഞ്ഞുകേട്ട കാസ്റ്റിംഗ് കൗച്ച് മലയാള സിനിമയിലെ യാഥാർത്ഥ്യമാണെന്നാണ് ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തൽ. സിനിമയിലെ റോളിന് പകരം ചോദിക്കുന്നത് സ്ത്രീകളുടെ ശരീരം. സിനിമയിൽ ഇഴുകിച്ചേർന്നഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും അങ്ങനെയെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പലരും നാണക്കേടില്ലാതെ ആവശ്യപ്പെടുന്നു. കൂടുതൽ സിനിമകളിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാനുള്ള ക്ഷണം. ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ അവസരം ഇല്ലാതാകും. സിനിമയിൽ നിന്ന് മാറ്റി നിർത്തും. താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഒരാളെ ആലിംഗനം ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്യിപ്പിച്ചത് 17 തവണയാണ്. നഗ്നത പകർത്താൻ നിർബന്ധിക്കുന്നുവെന്നാണ് മറ്റൊരു നടിയുടെ മൊഴി. സഹകരിക്കുന്ന നടിമാർക്ക് കോഡ് പേര് കോപ്പറേറ്റീവ് ആക്ടേഴ്സ് എന്നാണ്. വേട്ടക്കാരിൽ ഉന്നത സ്ഥാനത്തുള്ളവർ വരെയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇടനിലക്കാരായി നിൽക്കുന്നവർ വേറെയും. പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണം സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു. സ്വകാര്യ ഭാഗങ്ങളും പോൺ ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നതും പതിവ് സംഭവം. ഇത്തരം വേട്ടക്കാർ നടിമാർക്ക് അയച്ചു നൽകിയ ലൈംഗിക ചിത്രങ്ങളുടെ തെളിവുകളും കമ്മിറ്റിക്ക് ലഭിച്ചു. പോക്സോ പോലും ചുമത്തേണ്ട കുറ്റകൃത്യങ്ങളുണ്ടെന്നും അനുഭവസാക്ഷ്യങ്ങൾക്കിടെ വിങ്ങലുകൾ കേട്ടെന്നും റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവർ അതിക്രൂരമായ പ്രതികാര നടപടി നേരിടുന്നുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. താരങ്ങളുടെ ആരാധകരിൽ നിന്ന് ഭീഷണി ഭയന്ന് മിണ്ടാതിരിക്കുന്നവരാണ് ഏറെയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമയിലെ ഞെട്ടിക്കുന്ന പിന്നാമ്പുറ കഥകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. മോശം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നശിപ്പിക്കാനായി മാത്രം പ്രത്യേക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട്. ഉപദ്രവിക്കാൻ പല വഴികളുണ്ട്. പരാതി പറയുന്നവർക്കെതിരെ സമൂഹമാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും തൊഴിൽ നിഷേധവും. മോശം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചാണ് പ്രധാന ആക്ഷേപം. അശ്ലീല ഭാഷയിൽ ഓൺലൈൻ ആക്രമണവും സജീവം. താൽപര്യത്തിന് വഴങ്ങാത്തവരെ റീടേക്കുകൾ എടുത്ത് ഉപദ്രവിക്കും. ആലിംഗന രംഗം 17 തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്ന മോശമനുഭവം ഒരു നടി കമ്മിറ്റിക്ക് മുന്നിൽ വെളിപ്പെടുത്തി. സ്ത്രീയുടെ ശരീരത്തെ മോശമായ രീതിയിൽ വർണ്ണിച്ചുള്ള പരിഹാസങ്ങൾ മറ്റൊരു പ്രതികാര രീതി. ജീവന് വരെ ഭീഷണി ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളുമുണ്ടെന്ന് ചില നടിമാർ മൊഴി നൽകി. WCCയിൽ അംഗത്വമെടുത്തതുകൊണ്ട് മാത്രം സിനിമയിൽ നിന്നും പുറത്താക്കാൻ ശ്രമം നടന്നെന്ന് ചില നടിമാർ വെളിപ്പെടുത്തി. പുരുഷന്മാർക്കും പ്രതികാര നടപടിയെന്നോണം വിവേചനം നേരിടേണ്ടി വരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ വിലക്കുന്നതാണ് രീതി. ഉപദ്രവം പുറത്തു പറഞ്ഞാൽ കുടുംബം തകർക്കാൻ വരെ ശേഷിയുള്ളവരാണിവരെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നു. പട്ടിണിക്കിട്ടുള്ള പ്രതികാരവും സിനിമാ സെറ്റുകളിലുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ പലരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. തിന്മയ്ക്കെതിരെ നേരിനു വേണ്ടി നിൽക്കുന്ന നായകൻ്റേതാണ് സിനിമയ്ക്കകത്തെ പ്രതികാരം. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്കെതിരെയാണ് സിനിമയ്ക്ക് പുറത്തെ പ്രതികാരം. അമ്പോ എന്തൊരു വിചിത്രം. സലിം മാലിക്, 24 തിരുവനന്തപുരം. സിനിമാ മേഖലയിൽ പൂർണ്ണമായും പുരുഷാധിപത്യമാണെന്നും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്ക് യാതനകൾ മാത്രമാണ്. സ്ത്രീകൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലെന്നും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും ഭക്ഷണം പോലും നൽകാറില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശം. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്നത് വിവേചനങ്ങളാണെന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നടിമാരുമായി ഉണ്ടാക്കുന്ന കരാറിൽ പ്രതിഫലം രേഖപ്പെടുത്താറില്ല. പ്രതിഫലം പറഞ്ഞുറപ്പിച്ച ശേഷം കുറഞ്ഞ തുക നൽകി അവരെ കബളിപ്പിക്കുന്നു. മേഖലയിൽ അടിമുടി സ്ത്രീവിരുദ്ധത നിലനിൽക്കുകയാണ്. മിക്കപ്പോഴും സ്ത്രീകൾക്ക് സെറ്റിൽ വസ്ത്രം മാറാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യമോ പോലുമില്ല. പ്രാഥമിക ആവശ്യം നിറവേറ്റണമെങ്കിൽ ആളുകൾ ചേർന്ന് തുണിമറ സൃഷ്ടിക്കേണ്ട ഗതികേടാണ്. സാനിറ്ററി നാപ്കിൻ നശിപ്പിക്കാൻ പോലും സൗകര്യമില്ല. സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. കാരവാൻ മിക്കപ്പോഴും നായികയ്ക്ക് മാത്രമാണ്. ഇതിൽ മറ്റു നടിമാരെ കയറ്റുകയുമില്ല. സ്ത്രീ സുരക്ഷയ്ക്കായി സംവിധാനം വേണമെന്നും നടിമാർ മൊഴി നൽകി. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ജോലിക്ക് സമയപരിധിയില്ല. ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിക്കുന്നില്ല. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് പുലർച്ചെ 2 വരെ ഇവരെ ജോലി ചെയ്യിപ്പിക്കുന്നു. വേതനമാണെങ്കിൽ ഏറ്റവും കുറവും. രാത്രി വൈകിയാൽ പോലും വീടുകളിലേക്ക് കൊണ്ടുവിടാൻ ആളുണ്ടാകില്ല. മിക്കപ്പോഴും കിടന്നുറങ്ങാൻ സ്ഥലം നൽകില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം.
മലയാള സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. 15-അംഗ മാഫിയ സംഘത്തിന്റെ തലവൻ മലയാള സിനിമയിലെ പ്രമുഖനാണ്. മലയാള സിനിമയിലെ ഒരു നടൻ ഈ പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘമെന്ന് തന്നെ വിശേഷിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ലൈംഗിക ചൂഷണവും ലഹരി ഗ്രൂപ്പുകളും വിഹരിക്കുന്ന മലയാള സിനിമാ മേഖലയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളും ഉൾപ്പെടെ 15 പുരുഷന്മാരടങ്ങുന്ന പവർ ഗ്രൂപ്പ്. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മലയാള സിനിമ പോകുന്നത്. ഒരു പ്രമുഖ നടനാണ് പവർ ഗ്രൂപ്പിന്റെ തലവൻ. അയാളെ എതിർക്കുന്നവരെ സിനിമാ രംഗത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും. മലയാള സിനിമയിലെ മറ്റൊരു നടനെ 15 പേരടങ്ങുന്ന ഈ പവർ ഗ്രൂപ്പ് ബാൻ ചെയ്തു. സിനിമയിൽ നിന്നും വിലക്കിയ നടൻ സീരിയലെത്തിയെങ്കിലും അവിടെയും പവർ ഗ്രൂപ്പുകളാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ആരെയും മാറ്റി നിർത്താനും പുറത്താക്കാനുമുള്ള അധികാരം ഈ മാഫിയ സംഘത്തിനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന തെറ്റുകൾ പോലും പവർ ഗ്രൂപ്പ് തലവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്രതികാര നടപടി അനുഭവിക്കേണ്ടി വരുമെന്നും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. പവർ ഗ്രൂപ്പ് മാഫിയ സംഘത്തിന് താല്പര്യമില്ലാത്ത ഒരു പ്രമുഖ സംവിധായകനെ വിലക്കുകയും ആ സംവിധായകന്റെ സിനിമകളിൽ ജോലി ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തകരെ ഉൾപ്പെടെ പരസ്യമായി വിലക്കുകയും ചെയ്തു. എഗ്രിമെന്റുകൾ പോലും കാറ്റിൽ പറത്തുന്ന രീതിയിൽ മാഫിയ സംഘം അഴിഞ്ഞാടുകയാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. മലയാള സിനിമയിലെ ഒരു വിഗ്രഹമാണ് ആ പവർ ഗ്രൂപ്പിന്റെ തലവനെന്ന ഉറപ്പ്. അവരുടെ പ്രതികാരാഗ്നിയിൽ കരിയർ തന്നെ നശിച്ചുപോയ പലരുമുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയാതെ പറയുന്നു. ഷെഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ നടന്നത് തിരക്കിട്ട നീക്കങ്ങൾ. നടി രഞ്ജിനി നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് അയച്ചെങ്കിലും ഇടപെടാൻ ജസ്റ്റിസ് VG അരുൺ വിസമ്മതിച്ചു. റിപ്പോർട്ട് പുറത്തു വരുന്നത് വൈകിപ്പിക്കാനുള്ള നീക്കം ഇതോടെ പൊളിഞ്ഞു. അത്യന്തം നാടകീയത നിറഞ്ഞതായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഇന്നത്തെ കോടതി നടപടികൾ. സിനിമയിലെന്ന പോലെ ആദ്യാവസാനം അടിമുടി സസ്പെൻസ്. രാവിലെ 10-ന് ആരംഭിച്ച നടപടികളിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്ക് പിന്നാലെ അപ്രതീക്ഷിത ഹർജി നടി രഞ്ജിനിയുടെ വക. ഹർജി എത്തിയത് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖിന്റെ ഡിവിഷൻ ബെഞ്ചിൽ. സജിമോൻ പാറയിലും ഇതിനിടെ അപ്പീലുമായി കോടതിയെ സമീപിച്ചു. പിന്നാലെ എല്ലാ കണ്ണുകളും ഹൈക്കോടതിയിലേക്ക്. രാവിലെ 11-ന് കേസെടുത്ത കോടതി രഞ്ജിനിയുടെ ഹർജി തള്ളി സിംഗിൾ ബെഞ്ചിനെ തന്നെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സജിമോൻ പാറയിലിന്റെ ഹർജി 21-ലേക്ക് മാറ്റുകയും ചെയ്തു. ഇതോടെ സർക്കാർ 2:30-ക്ക് റിപ്പോർട്ട് പുറത്തുവിടാൻ തീരുമാനിച്ചു. 1 മണിക്കൂറിനുള്ളിൽ നടിയുടെ അഭിഭാഷകൻ പുതിയ ഹർജിയുമായി സിംഗിൾ ബെഞ്ച് മുൻപാകെ എത്തി. 2 മണിക്ക് ഹർജി പരിഗണിച്ചെങ്കിലും റിപ്പോർട്ടിന് സ്റ്റേ അനുവദിച്ചില്ല. ഇതോടെ നിയമ തടസ്സം നീങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തി. സജിമോൻ പാറയിലിന്റെ ഹർജി വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കോടതിയുടെ നിലപാട്. വാദത്തിനിടെ ചോദ്യരൂപത്തിൽ കോടതി അക്കാര്യം ആവർത്തിച്ചുറപ്പിച്ചു. ഒടുവിൽ നീതിപീഠത്തിന്റെ കാർക്കശ്യത്തിന് മുന്നിൽ 4.5 വർഷത്തിന് ശേഷം റിപ്പോർട്ട് പുറത്തേക്ക്. ക്യാമറാമാൻ സച്ചിനൊപ്പം S. ശ്രീകാന്ത്, 24, കൊച്ചി. 4.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. സാംസ്കാരിക വകുപ്പ് മൂടിവെക്കാൻ ശ്രമിച്ച റിപ്പോർട്ടാണ് നിരന്തര പോരാട്ടങ്ങൾക്ക് ശേഷം പുറത്തു വന്നത്. അതിന്റെ നാൾവഴികളിലേക്ക്. 2017 ഫെബ്രുവരിയിൽ മലയാളത്തിലെ യുവനടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ വിമൻ ഇൻ സിനിമ കളക്ടീവ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയമിച്ചത്. ജസ്റ്റിസ് ഹേമ, റിട്ടയർഡ് IAS-കാരി KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ. 51 സിനിമാ പ്രവർത്തകർ കമ്മിറ്റിക്ക് മൊഴി നൽകി. 2.5 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31-ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. പിന്നാലെ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് വിവരാവകാശ അപേക്ഷകൾ ലഭിച്ചെങ്കിലും പുറത്തുവിടാനാകില്ല എന്ന്
സാംസ്കാരിക വകുപ്പ് നിലപാടെടുത്തു. റിപ്പോർട്ട് നിഷേധിച്ച വകുപ്പിന്റെ നടപടി ശരിവച്ച് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇത് ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ 4 വർഷങ്ങൾക്ക് ശേഷം റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ അനുവാദം നൽകി. റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഹർജി തള്ളി. 2024 ഓഗസ്റ്റ് 17 റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കി. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് മൊഴി നൽകിയവർക്ക് പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളി. പിന്നാലെ പരസ്യമാക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയ ശേഷം നടുക്കുന്ന വിവരങ്ങളടങ്ങിയ റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒളിയമ്പുമായി നടൻ ഷമ്മി തിലകൻ. തിലകന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടായിരുന്നു പ്രതികരണം. ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്ന അടിക്കുറിപ്പിൽ പറയുന്നു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, ഈ മലയാള സിനിമയിലെ ഈ പറയുന്ന 15-അംഗ മാഫിയ സംഘം എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് വേറൊരു തരത്തിൽ പ്രവർത്തിച്ച കാലത്താണ് തിലകനെ വിലക്കുകയും തിലകൻ പിന്നീട് നാടകത്തിലേക്ക് തിരികെ പോവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തിലകൻ നടത്തിയ പോരാട്ടം അത് വേറൊരു തരത്തിൽ ഇപ്പോൾ അതിന് വേറൊരു രൂപവും ഭാവവും ഉണ്ടായതായിരിക്കാം ഒരു പക്ഷേ ഈ ഷമ്മി തിലകൻ ഈ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം മലയാള സിനിമയിൽ ആ സിനിമ തമ്പുരാക്കന്മാർക്കെതിരെ തന്നെ കലാപമുയർത്തി വളരെ കാലം സിനിമ പോലും ഇല്ലാതിരുന്നിട്ടും ആ നിലപാടിൽ നിന്നും അണുവിട ചലിക്കാതെ തുടർന്നയാളായിരുന്നു തിലകൻ. മകൻ ഷമ്മി തിലകനും മലയാള സിനിമയിലെ ഈ പറയുന്ന വലിയ വൻ കോക്കസുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ്. നിലപാടുകൾ കൃത്യമായി ആ യോഗങ്ങളിൽ അമ്മ യോഗത്തിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. പിന്നീട് അമ്മ തന്നെ ഷമ്മി തിലകനെ പുറത്താക്കി. അങ്ങനെ പലവിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും പോലും ഒരുപക്ഷെ തിലകനെയും മകൻ ഷമ്മി തിലകനെയും ബന്ധിപ്പിക്കാവുന്ന കാര്യങ്ങളാണ്. അതിൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു നടൻ സിനിമാ മേഖലയിലെ മോശം പ്രവണതകൾക്കെതിരെ തുറന്നു സംസാരിച്ചതിന്റെ പേരിൽ സിനിമയിൽ നിന്ന് വിലക്കപ്പെട്ടു. പിന്നീട് സീരിയലിലേക്ക് പോയി അവിടെയും മോശം അനുഭവം നേരിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷമ്മി തിലകനിലേക്കൊക്കെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ചർച്ചയാകുന്ന സമയത്ത് ഇരുവരും, ഈ മകനും അച്ഛനും, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്നതിലൊരു അടിക്കുറിപ്പും അതിൽ ചിരിക്കണ ചിരി കണ്ട എന്നുകൂടി ചോദിച്ചുകൊണ്ടായിരുന്നു ഷമ്മി തിലകൻ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പങ്കുവെച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരാൾ തിലകനായിരുന്നേനെ എന്നൊരു സൂചനയുണ്ട്. ഉറപ്പായും തിലകൻ അന്ന് തുടങ്ങി വെച്ചൊരു കലാപം അത് അമ്മ താരസംഘടനയിൽ, പിന്നീട് അത് മകൻ ഏറ്റെടുത്ത്, അങ്ങനെ പലവിധത്തിൽ പല കാലങ്ങളിൽ ഈ പ്രധാനപ്പെട്ട സിനിമയിലെ തന്നെ വലിയ ആളുകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന അധികാര കേന്ദ്രങ്ങൾക്കെതിരെ പോരാട്ടം നടത്തിയവരാണ് തിലകനും ഷമ്മി തിലകനും. ഉറപ്പായും അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മലയാള സിനിമയിൽ മോശം പ്രവണതകൾ നിലനിൽക്കുന്നു എന്ന അതിഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെടെ അതിൽ വരുമ്പോൾ അതിൽ ഷമ്മി തിലകൻ ഒരു ഉള്ളിലെങ്കിലും ഒരു സന്തോഷമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ സന്തോഷമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. വിജയകുമാർ, യെസ്, ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ എന്ന അടിക്കുറിപ്പിൽ പറയുകയാണ് ഷമ്മി തിലകൻ. എന്തായാലും തിലകൻ നടത്തിയ പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്നു. ഷമ്മി തിലകൻ പലപ്പോഴും ഇത്തരം ഈ മാഫിയ സംഘങ്ങളുടെ രോഷത്തിനൊക്കെ ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം ഈ ഘട്ടത്തിൽ ഓർക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ആ ചിത്രം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഉറപ്പായും സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പോരാട്ടത്തിന്റെ ഭാഗമായെന്ന് വിമൻ ഇൻ സിനിമ കളക്റ്റീവ്. സിനിമാ വ്യവസായത്തിൽ ലിംഗഭേദം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിൽ ഇതാദ്യമെന്നും WCC ഫേസ്ബുക്കിൽ കുറിച്ചു. റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ ഹേമ കമ്മിറ്റിയെ WCC അഭിനന്ദിച്ചു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സിനിമാ നയം ഉണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹേമ കമ്മിറ്റി ശുപാർശകളിൽ അടിയന്തര നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഗുരുതരമായ ആരോപണമാണ് റിപ്പോർട്ടിലുള്ളതെന്നും സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ആ പ്രതികരണം നിർദ്ദേശങ്ങളും കണ്ടെടുത്തിട്ടുള്ള നിഗമനങ്ങളും പരിശോധിച്ചിട്ട് സിനിമാ രംഗത്ത് ഏതെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടത്, അല്ലെ സീരിയൽ രംഗത്ത്, അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ഒരു കോൺക്ലേവ് നടത്താൻ പോവുക. ആ കോൺക്ലേവ് വെച്ച് അത് ചർച്ച ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഒരു സിനിമാ പോളിസി ഉണ്ടാക്കി സംസ്ഥാനം നടപ്പാക്കാനാണ് ഞങ്ങളിപ്പോൾ ലക്ഷ്യമിടുന്നത്. അടിയന്തരമായി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ശുപാർശകളിന്മേൽ നടപടിയെടുക്കണം. ഒന്ന്,
രണ്ടാമത്, ഈ പറയുന്ന ലൈംഗിക ചൂഷണത്തിനും ക്രിമിനൽ വൽക്കരണത്തിനും അനാവശ്യമായ ലഹരി ഉപയോഗങ്ങളും എല്ലാത്തിനുമെതിരായിട്ടുള്ള അന്വേഷണം നടക്കണം. ലൈംഗിക ചൂഷണത്തിനെതിരായി സീനിയർ IPS, വനിതാ IPS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, അടിയന്തരമായിട്ട് അന്വേഷിക്കണം. എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ. നിങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അതിനടിസ്ഥാനപ്പെടുത്തി പ്രതികരിക്കാനുള്ള ഒരു റിപ്പോർട്ടാണ് മുമ്പിൽ വന്നിട്ടുള്ളത്. അത് ഫലപ്രദമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നിലപാട് സ്വീകരിച്ചു പോകണം. സർക്കാർ ഈ കാര്യത്തിൽ നടപടിയെടുക്കണം. എന്തുകൊണ്ട് ഇത്രയും കാലം നടപടിയെടുത്തില്ല? ആർക്ക് വേണ്ടിയാണ് ഇത് പൂഴ്ത്തിവെച്ചത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതും അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടായി. പൂർണ്ണമായി പഠിച്ച ശേഷം ഒരാഴ്ചയ്ക്കകം പ്രതികരിക്കുമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞു. സിനിമാ മേഖലയിൽ എല്ലാവർക്കും തുല്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നടൻ ആസിഫ് അലി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നായിരുന്നു നടി രഞ്ജിനിയുടെ പ്രതികരണം. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റികൾക്ക് പകരം ട്രിബ്യൂണൽ വേണമെന്ന ആവശ്യം പരിഗണിച്ചതിൽ സന്തോഷമുണ്ടെന്നും രഞ്ജിനി പറഞ്ഞു. സ്ത്രീകൾക്കെതിരായ ചൂഷണം തടയാൻ സർക്കാർ ഇടപെടണമെന്ന് നടി റിമ കല്ലിങ്കൽ ആവശ്യപ്പെട്ടു. എന്ത് രീതിയിലാണ് അങ്ങനെ വിവേചനം, ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിനെപ്പറ്റി ആരാണ് പരാതിപ്പെട്ടിട്ടുള്ളത്, ആർക്കെതിരെയാണ് പരാതി, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു എന്തെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു മറുപടി പറയാൻ സാധിക്കില്ല. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർക്കും സഹപ്രവർത്തകർക്കും സഹപ്രവർത്തകയ്ക്കും എല്ലാവർക്കും ഈക്വലായിട്ടുള്ള സേഫ്റ്റിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അഷ്വർ ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. അതെന്താണെന്ന് തീർച്ചയായിട്ടും സോർട്ട് ഔട്ട് ചെയ്യാനും അതിനു വേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ. It's not just about the women who have already complained. What can a government here, a ministry, a culture ministry here do for the cinema industry as a whole to make sure that this doesn't happen anymore? Come on, we have studied this for the last 4.5 years now. Okay, there are recommendations. As an industry, what changes can they bring? ICC will not work in this industry. അത് സത്യമാണ്. ഇത് നേരത്തെ തൊട്ട് ഞാൻ ഇത് പറയുന്നതാണ്. ഞാനത് ഒരു ഇതായിട്ട് കണ്ടു. ട്രൈബ്യൂണൽ ഈസ് ബെറ്റർ ദെൻ ICC ആണ് അതിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഐ എം വെരി വെരി ഹാപ്പി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. കാർഷിക വായ്പാ തിരിച്ചടവിന് 5 വർഷത്തെ സാവകാശവും അനുവദിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗമാണ് തീരുമാനമെടുത്തത്. ദുരന്ത ബാധിതരുടെ വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ദുരന്ത മേഖലയിൽ 12 ബാങ്കുകളാണ് വായ്പ നൽകിയത്. 3220 പേർക്കായി ആകെ 35,32,00,000 വായ്പാ തുക. ഈ തുക തിരിച്ചടക്കുന്നതിനാണ് 1 വർഷത്തെ മൊറട്ടോറിയം. 50% മുകളിൽ ക്രോപ്പ് ലോസ് ഉള്ള കേസും പിന്നെ MSME ലോൺസിനും മൊറട്ടോറിയം നമ്മൾ പ്രഖ്യാപിച്ചു. അത് 1 വർഷത്തെ മൊറട്ടോറിയം, ടോട്ടൽ 5 വർഷം, അതിൽ 1 വർഷം മൊറട്ടോറിയം. വായ്പാ തിരിച്ചടവിന് അവധി നൽകലോ പലിശയിളവോ പരിഹാരമാകില്ലെന്നും ദുരിതമേഖലയിലെ മുഴുവൻ ബാധ്യതകളും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. വായ്പ എടുത്തവര് പലരും ഇല്ലാതായിരിക്കും. ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കും. അപ്പോൾ ആകെ ചെയ്യാവുന്ന കാര്യം ആ പ്രദേശത്തുള്ള വായ്പ ആകെ എഴുതിത്തള്ളുക എന്നുള്ളതാണ്. എഴുതിത്തള്ളുമ്പോൾ സാധാരണ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിലപാടുണ്ട്, അത് സർക്കാർ നൽകുക എന്നുള്ളതാണ്. ഇതിൽ ആ നില സ്വീകരിക്കാൻ പാടില്ല എന്നാണ് എന്റെ നിർദ്ദേശം. എല്ലാവരും മരിച്ച കുടുംബങ്ങളുടെ കണക്ക് അതാത് ബാങ്കുകളിൽ നിന്ന് എടുക്കും. വായ്പ പൂർണ്ണമായി എഴുതിത്തള്ളുന്നതിൽ അതാത് ബാങ്കുകളാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ടൈം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളിയാഴ്ചക്കുള്ളിൽ അത് നമ്മൾ ബാങ്കുകളും കണക്കെടുത്ത് അവരുടെ ബോർഡിൽ പ്രസന്റ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പിന്നെ ഒരു ഇത് റെക്കമെൻഡ് ചെയ്ത് അത് വേവ് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം എന്ന് നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെറുകിട സംരംഭങ്ങളെ കൂടി വായ്പാ ഇളവിൽ പരിഗണിക്കാൻ നിർദ്ദേശം നൽകുമെന്നും ബാങ്കേഴ്സ് സമിതി വ്യക്തമാക്കി. സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് EMI തിരിച്ചുപിടിച്ച ഗ്രാമീൺ ബാങ്കിന്റെ നടപടിയെയും മുഖ്യമന്ത്രി യോഗത്തിൽ വിമർശിച്ചു. 24 തിരുവനന്തപുരം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ലഭിച്ച അടിയന്തര ധനസഹായത്തിൽ നിന്ന് വായ്പാ തിരിച്ചടവ് പിടിച്ച സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കേരള ഗ്രാമീൺ ബാങ്ക്. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കകം പിടിച്ച പണം തിരികെ നൽകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ബാങ്ക് നടപടിക്കെതിരെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറി.
ഇന്ന് രാവിലെ 7 മണിയോടെയാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുന്നിൽ സമര പരമ്പര. ആദ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഉപരോധം തുടങ്ങിയത്. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും മാർച്ചുമായി എത്തി. സർക്കാർ ധനസഹായമായ 10,000 രൂപയിൽ നിന്ന് വായ്പാ തുക ഈടാക്കിയതിൽ മാപ്പ് പറയണമെന്ന് യുവജന സംഘടനകൾ. ഇതിന് ബാങ്ക് അധികൃതർ തയ്യാറാകാതെ വന്നതോടെ പ്രതിഷേധം കനത്തു. കൽപ്പറ്റ CI ജയപ്രകാശിന്റെ ഇടപെടലിനെ തുടർന്ന് ബാങ്ക് അധികൃതരുമായി യുവജന സംഘടനാ പ്രവർത്തകരുടെ ചർച്ച. 3 പേരുടെ മാത്രം EMI ആണ് പിടിച്ചതെന്നും ഈ തുക തിരിച്ച് അക്കൗണ്ടുകളിൽ എത്തിയെന്നും ബാങ്ക് മറുപടി നൽകി. എന്നാൽ ഇനിയും ഏറെ പേരിൽ നിന്ന് തുക പിടിച്ചിട്ടുണ്ടെന്ന് യുവജന സംഘടനകൾ തുറന്നുകാട്ടിയതോടെ ബാങ്ക് അധികൃതരുടെ ഖേദപ്രകടനം. ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവരുടെ 7 തരത്തിലുള്ള ലോണുകളിലേക്ക് പിടിച്ച സംഖ്യയും ബുധനാഴ്ച 28-24 ബാങ്ക് തിരിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ ഇടപാടുകാർക്ക് ഇതുമൂലം വന്ന ബുദ്ധിമുട്ടുകളിൽ ബാങ്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. ബാങ്കിന്റെ ഭാഗത്തുനിന്ന് തുടർ മാസങ്ങളിൽ ലോണിലേക്ക് തുക ഒന്നും ഈടാക്കുന്നില്ല. പിടിച്ചെടുത്ത തുക തിരികെ നൽകുമെന്ന ഉറപ്പോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതായി യുവജന സംഘടനാ നേതാക്കൾ. കാരണം ഇത് നാഷണലൈസ്ഡ് ബാങ്കാണ്, ഇതൊരു പാരൽ ബാങ്ക് അല്ല, ഇത് മുത്തൂറ്റ് അല്ല, ഇത് ഇസാഫ് അല്ല. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഉത്തരവ് ഇറക്കാൻ കഴിയുന്ന, തിരുത്തലുകൾ ആവർത്തിക്കപ്പെടാൻ കഴിയുന്ന ഒരു നാഷണലൈസ്ഡ് ബാങ്കാണ്. ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ ഉത്തരവ് വീഴ്ച വരുമ്പോൾ ആ വീഴ്ചയെ തിരുത്തേണ്ടത് ഗവൺമെന്റ് അടക്കം ഇതിൽ ഉത്തരവാദിത്തങ്ങളാണ്. ലീഡ് ബാങ്കായ കാനറയിലേക്കും സ്വകാര്യ ലോൺ ഇടപാട് സ്ഥാപനങ്ങളിലേക്കും AIYF-ഉം RYJD പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. വയനാട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതന്റെ അക്കൗണ്ടിൽ നിന്ന് ഈടാക്കിയ പണം തിരികെ നൽകി കേരള ഗ്രാമീൺ ബാങ്ക്. മഞ്ഞച്ചേളി സ്വദേശി സിജോ തോമസിനാണ് പണം തിരികെ നൽകിയത്. സിജോ തോമസിന്റെ ദുരിതം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഉരുൾപൊട്ടലിൽ ഏകവരുമാനമായ കട തകർന്നതോടെ ജീവിതം വഴിമുട്ടിയ വിലങ്ങാട് മഞ്ഞച്ചേളി സ്വദേശി സിജോ തോമസിന് പ്രദേശവാസി 15,000 രൂപ സഹായം നൽകിയിരുന്നു. ഈ പണമാണ് കേരള ഗ്രാമീൺ ബാങ്ക് പിടിച്ചെടുത്തത്. ബാങ്കിൽ സിജോയ്ക്ക് വായ്പയുണ്ടായിരുന്നു. 14-ന് സിജോയുടെ അക്കൗണ്ടിലെത്തിയ പണം അന്ന് തന്നെ തിരിച്ചടവിനത്തിൽ കേരള ഗ്രാമീൺ ബാങ്ക് ഈടാക്കി. ബാങ്കിൽ പോയിട്ട് മാനേജറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, അത് സിസ്റ്റത്തിൽ അങ്ങനെ ആക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അത് ബാങ്കിൻ്റെ ഇതിൽ തന്നെ സിസ്റ്റം വലിച്ചു പോകുന്നതാണ്, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്ന പൈസ സിസ്റ്റം വലിച്ചു പോകുന്നതാണ്. പരാതിയുമായി ബാങ്ക് അധികൃതർക്ക് മുന്നിലെത്തിയെങ്കിലും സ്വാഭാവിക നടപടിയെന്നായിരുന്നു മറുപടി. തുടർന്ന് ഇന്ന് രാവിലെയോടെ ബാങ്കിന്റെ വിലങ്ങാട് ശാഖയിലെത്തി സിജോ പരാതി എഴുതി നൽകി. അതിനിടെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ബാങ്കിന് മുന്നിലേക്കെത്തി. പിന്നാലെയാണ് പണം തിരികെ നൽകാനുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ തീരുമാനം. ഈടാക്കിയ 15,000 രൂപയും സിജോയുടെ അക്കൗണ്ടിൽ തിരികെ നിക്ഷേപിച്ചു. 24 കോഴിക്കോട്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വീട്ടിലെത്തി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ. സഹ ഡൈവർമാർക്കൊപ്പം കോഴിക്കോട്ടെ വീട്ടിലെത്തിയാണ് ഈശ്വർ മൽപെ അർജുന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചത്. അർജുനെ കണ്ടെത്തുമെന്ന് ഈശ്വർ മൽപെ കുടുംബത്തോട് പറഞ്ഞു. ഷിരൂരിലെ അർജുനായുള്ള തിരച്ചിൽ ദൗത്യത്തിന് മുൻനിരയിൽ നിന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ ഉച്ചയോടെയാണ് കണ്ണാടിക്കലെത്തിയത്. അർജുന്റെ കുടുംബവുമായി വികാരനിർഭരമായ കൂടിക്കാഴ്ച. അർജുനെ കണ്ടെത്തുമെന്ന് അമ്മയ്ക്ക് ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്കു ശേഷം ഈശ്വർ മാൽപയുടെ പ്രതികരണം. 34 ദിവസം അർജുൻ വീട്ടിൽ പുറത്ത് അവർ വീട്ടിലെ അവർ അമ്മ പിന്നെ ഭാര്യ എല്ലാവരും കരയുന്നുണ്ട്. അതല്ലാതെ അവർ കരയുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി. ഞാനിപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഒരു അമ്മന് ചത്തിപ്പോയി 30 ദിവസമായി. അത് വിട്ടിട്ട് ഞാൻ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അർജുൻ്റെ എന്തെങ്കിലും പണിട്ട് ഒന്ന് എടുത്തു തരാൻ ഇല്ലെങ്കിൽ ഒരു ശരീരനെ കൊണ്ടുവന്ന് ഈ വീട്ടിലെ നിങ്ങൾ ഒപ്പിക്കാൻ ഞങ്ങളൊരു ഒപ്പാക്കി അവർക്ക്. ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കാൻ കേരള സർക്കാർ ഇടപെടണമെന്നും ഈശ്വർ മാൽപെ. ഒരു ഡ്രഡ്ജിംഗ് മെഷീൻ വേണം. ഡ്രഡ്ജിംഗ് മെഷീനാക്കിയ മണ്ണ് തോണിയ മാത്രം എമ്മറിഞ്ഞ് ഞങ്ങളിപ്പോൾ 25 ഫീറ്റ് കീഴെ പോയി നോക്കി. ആ സമയത്ത് അവിടെ ഒരു 5 കയർ ഒരേ മാതിരി നമ്മളിപ്പോൾ കട്ടയിടുമല്ലേ ഈ തടി പീസിലെ അതേ മാതിരി നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പം ഞങ്ങളിപ്പോൾ ഓർമ്മ അവിടെ വണ്ടി ഉണ്ടെന്ന് സംശയ ഈ ജഗന്നാഥിന്റെ വീട്ടിലെ മേലെ കൊഞ്ചം ഡിജിൽ പസ ഉണ്ട്. അത് 2 നമുക്കൊരു സംശയമുണ്ട്. ആ സൈഡ് അതിനെ ഒരു ഡ്രഡ്ജിംഗ് പണ്ണണം അവിടെ. സഹ ഡൈവർമാർക്കൊപ്പമാണ്
ഈശ്വർ മാൽപേ കണ്ണാടിക്കലെത്തിയത്. ലോറി ഉടമ മനാഫും ഒപ്പമുണ്ടായിരുന്നു. 24 കോഴിക്കോട്. ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനൊപ്പം കാണാതായ ജഗന്നാഥിന്റെ കുടുംബം സമരത്തിനൊരുങ്ങുന്നു. തിരച്ചിൽ അനുവദിക്കാത്തതിനെതിരെയാണ് കുടുംബം പ്രതിഷേധത്തിനൊരുങ്ങുന്നത്. 3 പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു ജഗന്നാഥ്. ഷിരൂരിലെ ദുരന്ത മേഖലയിൽ നിന്ന് 500 മീറ്റർ മാറിയാണ് ജഗന്നാഥിന്റെ വീട്. ഇടവഴിയിലൂടെ നടന്നെത്തുന്നത് ഒരു കൊച്ചു വീട്ടിലേക്കാണ്. ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം. മൂത്ത മകളെ വിവാഹം ചെയ്തയച്ചു. ഇനി 2 പേർ കൂടിയുണ്ട്. ജഗന്നാഥിന്റെ ഭാര്യയുടെ സഹോദരനാണ് ദുരന്ത മേഖലയിലെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മണ. അവിടെ 300 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്താണ് ജഗന്നാഥ് കുടുംബം പോറ്റിയിരുന്നത്. മുറ്റത്തെ കിണർ നിർമ്മിക്കാനെടുത്ത 2 ലക്ഷം അടക്കം 4 ലക്ഷം രൂപ കടമുണ്ട്. Government is saying that without finding dead body you can't give any amount or any death certificate. You can't give anything like that. They are telling you should get any identity, then only they will give amount or a certificate like that. മൃതദേഹം കണ്ടെത്താത്തതിനാൽ സർക്കാർ സഹായമൊന്നും ഇവർക്ക് കിട്ടിയിട്ടില്ല. താൽക്കാലിക അടിസ്ഥാനത്തിൽ മക്കളിൽ ഒരാൾക്ക് ജോലി വാഗ്ദാനമുണ്ട്. പക്ഷേ അക്കാര്യത്തിലും വ്യക്തതയില്ല. ഒരു മലയാളി കൂടി അപകടത്തിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് തെരച്ചിൽ ഇത്രയെങ്കിലും നടന്നതെന്ന് ഇവർക്ക് നല്ല ബോധ്യവുമുണ്ട്. If our Arjun brother is not in that incident, this case will close within 3 to 4 days. Like that only they will do. Kerala people helped us to search till this much days. അച്ഛനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന പെൺമക്കളുടെ കണ്ണീര് കണ്ടാണ് ഈശ്വർ മാൽപേ ഇന്നലെ തെരച്ചിലിന് ഇറങ്ങിയത്. എന്നാൽ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ലെന്ന് പറഞ്ഞ് പോലീസ് അത് തടഞ്ഞു. സാഹചര്യം അനുകൂലമായിട്ടും അനുമതി നൽകാത്ത ജില്ലാ ഭരണകൂടത്തിനെതിരെ സമരത്തിനൊരുങ്ങുകയാണ് കുടുംബം. ഷിരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. വാർത്താമഴ തുടരുന്നു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ CBIക്ക് അനുമതി. നടന്നത് അതിക്രൂര കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശം. കേസുമായി ബന്ധപ്പെട്ട് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായ 4ാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. തല, മുഖം, കഴുത്ത്, കൈകൾ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലായി 14ലേറെ മുറിവുകൾ. കൈകൊണ്ട് കഴുത്ത് ഞെരിച്ചതാണ് മരണകാരണം. ശ്വാസകോശത്തിൽ രക്തസ്രാവമുണ്ടായി. ശരീരത്തിൽ പലയിടത്തും രക്തം കട്ടപിടിച്ചിരുന്നു. ഇങ്ങനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്താൻ CBIക്ക് കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചു. സഞ്ജയ് റോയ് കുറ്റം ചെയ്തിട്ടില്ലെന്ന് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് മാതാവ് മാൽത്തി റോയ് 24നോട് പറഞ്ഞു. हमको ऐसा लग रहा नहीं, अब कोई लगाया तो कहा जाने, वही जानेगा. सांप से मिल के रहता था, किसी से झगड़ा लड़ाई कुछ नहीं. कहा बोलेंगे, हमको तो कुछ पता नहीं है. കേസിൽ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ഇന്നും ചോദ്യം ചെയ്യുകയാണ്. TMC നേതാവ് കുനാൽ ഘോഷും തെളിവുകൾ നൽകാൻ CBIക്ക് മുന്നിലെത്തി. CBI സംഘം കൊല്ലപ്പെട്ട ഡോക്ടറുടെ വീട് സന്ദർശിച്ചു. ആശുപത്രി ആക്രമണത്തിൽ 37 പേരെ പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുന്നയിച്ച ഒരു കോളേജ് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 7 SFI DYFI നേതാക്കൾക്ക് പോലീസ് നോട്ടീസ് അയച്ചു. കഴിഞ്ഞ ദിവസം പോലീസ് നോട്ടീസ് ലഭിച്ച TMC MP സുഗേന്ദു ശേഖർ റോയ് സംരക്ഷണം തേടി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചു. തുടർച്ചയായി 5ാം ദിവസവും CBI ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട്. അതേസമയം പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സമരവേദിയിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഊർജം നൽകിയിട്ടുണ്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്നും രാജ്യവ്യാപക പ്രതിഷേധം. റെസിഡന്റ് ഡോക്ടേഴ്സ് ഡൽഹിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്കായി നിയമം കൊണ്ടുവരുന്നതുവരെ സമരം ചെയ്യുമെന്ന് സംഘടനകൾ വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്ത് ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം ശക്തമാവുകയാണ്. കൊൽക്കത്തയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ വനിതാ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണമെന്നും ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഡോക്ടേഴ്സിന്റെ സുരക്ഷയ്ക്കായി നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്നും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്നും ഡോക്ടർ ഋഷികേശ് 24നോട് പറഞ്ഞു. Emphasis is not only about doctors, it is about every woman who's despite being educated somehow is getting some kind of sexual harassment which can progress to these measures as well. So it is for that. ഡോക്ടേഴ്സിന്റെ ആവശ്യത്തിൽ നിഷേധാത്മക നിലപാട് തുടരുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. തുടർ സമരം തീരുമാനിക്കാൻ രാത്രിയിൽ എക്സിക്യൂട്ടീവ് യോഗവും നാളെ ജനറൽ ബോഡി യോഗവും ചേരും.
ഡൽഹിക്ക് പുറമെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ആശുപത്രികൾക്ക് മുമ്പിൽ പ്രതിഷേധമുണ്ടായി. കേന്ദ്ര സർക്കാരിൽ നിന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരാനാണ് സംഘടനകളുടെ തീരുമാനം. ഡൽഹിയിലെ തെരുവുകളിൽ ഇന്നും ഡോക്ടർമാരുടെ പ്രതിഷേധങ്ങൾ സജീവമാണ്. അർഹമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കേണ്ട ഗതികേടിലെന്നാണ് ഡോക്ടർമാരുടെ പ്രതികരണങ്ങൾ. മകൻ മേൽജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ചതിന് അമ്മയെ കൂട്ടബലാത്സംഗം ചെയ്തു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലാണ് ഈ കൊടും ക്രൂരത. 50-കാരിയെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ധർമ്മപുരി കീഴ്മരപ്പൂർ ഗ്രാമത്തിലാണ് ജാതിവെറിയെ തുടർന്ന് കൊടും ക്രൂരത. ഗ്രാമത്തിലെ യുവാവും സമീപ ഗ്രാമത്തിലെ യുവതിയും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ എതിർത്തതോടെ 14-ന് ഇരുവരും ഒളിച്ചോടി. ഇവരെ അന്വേഷിച്ചാണ് പെൺകുട്ടിയുടെ പിതാവും സംഘവും യുവാവിന്റെ വീട്ടിലെത്തിയത്. മകൻ പോയതുപോലും രക്ഷിതാക്കൾക്ക് അറിവുണ്ടായിരുന്നില്ല. യുവാവിനെ പിതാവിന്റെ സംഘം മർദ്ദിച്ചു. ഇത് തടയാനെത്തിയ മാതാവിനെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് വിവസ്ത്രയാക്കി മർദ്ദിച്ചു. തുടർന്ന് വനപ്രദേശത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. ക്രൂരതയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും ആദ്യഘട്ടത്തിൽ നടപടിയുണ്ടായില്ലെന്ന് യുവാവിന്റെ കുടുംബം കുറ്റപ്പെടുത്തി. പ്രതിഷേധത്തിനൊടുവിലാണ് പെൺകുട്ടിയുടെ പിതാവ് ഭൂപതി, മാതാവ് ഷെൽവി ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തത്. 24 ചെന്നൈ. വാർത്താമഴ തുടരുന്നു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയ PK ശശിക്കെതിരായ നടപടി തുറന്നു സമ്മതിക്കാതെ CPM നേതൃത്വം. ശശിക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. KTDC ചെയർമാൻ സ്ഥാനം PK ശശി രാജിവെച്ചേക്കുമെന്നാണ് സൂചന. പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു PK ശശിക്കെതിരെ ഉണ്ടായിരുന്നത്. ശശിയെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്താനായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ തീരുമാനം. ഇതോടെ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാനായിരുന്നു PK ശശിയുടെ തീരുമാനം. എന്നാൽ നടപടി തുറന്നു സമ്മതിക്കാൻ CPIM നേതൃത്വം തയ്യാറല്ല. നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയണം. നിലവിലെ ചുമതലകളെല്ലാം തന്നെ അതേ രീതിയിൽ തുടരും. നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ അറിവിലുള്ളതല്ല. അങ്ങനെ ഒരു കാര്യം ഞാനിന്ന് പത്രത്തിൽ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത്. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും PK ശശിക്കെതിരായ നടപടിയെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. PK ശശിക്കെതിരായ നടപടി സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം പ്രതികരണം മതിയെന്നാണ് നേതാക്കളുടെ തീരുമാനം. PK ശശിയുടേത് കമ്മ്യൂണിസ്റ്റ് ശൈലിയിലുള്ള ജീവിതമല്ല, പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണ് പ്രവർത്തനം, മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ല തുടങ്ങി ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ PK ശശിക്കെതിരെ ഉണ്ടായിരുന്നത്. 24 പാലക്കാട്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ K മുരളീധരൻ. മോദിയുടെ പ്രസംഗവും പിണറായി വിജയന്റെ പ്രവൃത്തിയും ഒരുപോലെയാണ്. ഇതിന്റെ ഭാഗമാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതെന്നും K മുരളീധരൻ കുറ്റപ്പെടുത്തി. CPMനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സ്ക്രീൻഷോട്ട് പങ്കുവച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും DYFI നേതാവെന്ന് കണ്ടെത്തി. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ UDF വടകര SP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയായ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് ആവർത്തിക്കുകയാണ് K മുരളീധരൻ. എന്തുകൊണ്ട് മനസ്പർദ്ധയുണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇത് ഷെയർ ചെയ്തതും കുറ്റമാണ്. ഞാൻ പറഞ്ഞ ലതികയ്ക്കെതിരായിട്ടും കേസെടുക്കണം. കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് പങ്കുവച്ച അമ്പാടിമുക്ക് സഖാക്കൾ പേജിന്റെ അഡ്മിനും DYFI നേതാവെന്ന് കണ്ടെത്തി. P ജയരാജന്റെ വിശ്വസ്തനായ മയിൽ സ്വദേശി മനീഷ് മനോഹരനാണ് പേജിന്റെ അഡ്മിൻ. പോസ്റ്റ് പങ്കുവച്ചത് മനീഷാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിനിടെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് തെറ്റെന്ന് MV ജയരാജൻ പ്രതികരിച്ചു. ആദ്യ പോസ്റ്റുകാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം അത് പ്രചരണമായി നടത്തിയവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയുമാണ് വേണ്ടത്. അത് പോലീസിന്റെ അന്വേഷണം നടന്നു വരുന്നു. എന്നാൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി മനീഷിനെതിരായ പോലീസ് റിപ്പോർട്ടിൽ പ്രതികരിക്കാൻ MV ജയരാജൻ തയ്യാറായില്ല. വിവാദ പോസ്റ്റ് പങ്കുവച്ചവരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് UDF തീരുമാനം. തുടർ സമരങ്ങൾക്ക് ഉടൻ രൂപം നൽകും. വടകരയിൽ നിന്ന് സോനുവിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.
കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒല്ലൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയും ഏരിയ കമ്മിറ്റിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കടുത്ത നടപടിയിലേക്കൊക്കെ പോകുമോ? എന്താണ് വിവരങ്ങൾ? ഈ സഹകരണ മേഖലയിലെ ഈ തെറ്റായ പ്രവണതകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് CPM നേതൃത്വം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാണോ ഈ കുട്ടനെല്ലൂരിലെ ഇടപെടൽ? വിജയകുമാർ, കർശന നടപടിയിലേക്ക് CPM നേതൃത്വം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. ഇന്ന് നടന്ന സെക്രട്ടേറിയറ്റിൽ അതിരൂക്ഷ വിമർശനമാണ് ഒല്ലൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ ഉയർന്നത്. ഒല്ലൂർ ഏരിയ കമ്മിറ്റി ഈ വിഷയത്തിലടക്കം വലിയ രീതിയിൽ നിസ്സംഗത പാലിച്ചു. അതോടൊപ്പം തന്നെ നേതാക്കളുടെ മൗന പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് ഈ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നത് എന്നുള്ളതാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ വിലയിരുത്തൽ. കരുവന്നൂർ മോഡൽ തട്ടിപ്പാണ് ഈ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലും ഉണ്ടായിരിക്കുന്നത്. 2022 മെയ്യിൽ സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തിയ റിപ്പോർട്ട് പ്രകാരം 27 കോടി രൂപയുടെ ക്രമക്കേട് ഈ ബാങ്കിൽ നടന്നു എന്നുള്ളതാണ് സഹകരണ വകുപ്പിന്റെ തന്നെ കണ്ടെത്തൽ. പക്ഷേ അതിനേക്കാൾ ഇതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം അടക്കം ഈ ബാങ്ക് പരിധിയിൽ പെടാത്ത സ്ഥലത്തിനടക്കം ഈ സ്ഥലത്തിന്റെ വാല്യൂ അധികരിച്ച് നൽകിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ വായ്പ നൽകിയതിന്റെ റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കർശന നടപടിയിലേക്ക് CPM കടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം നാളെ രാവിലെ 8:30 ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ യോഗം തന്നെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയെങ്കിൽ ഒല്ലൂർ ഏരിയ കമ്മിറ്റി വിടാനുള്ള ഒരു സാധ്യതയും തെളിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പ്രത്യേകിച്ച് തൃശൂർ കോർപ്പറേഷന്റെ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് ഈ ക്രമക്കേടിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടു കൂടിയാണ് ഇതെല്ലാം നടന്നത് എന്നുള്ളതാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലെങ്കിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന് കൂടി നടപടി ഉണ്ടായേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റ് അവസാനിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതുള്ളൂ. വിജയകുമാർ. ഒല്ലൂർ ഏരിയ കമ്മിറ്റിക്കെതിരെ അപ്പാടെ നടപടി ഉണ്ടായേക്കും, ഒപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനെതിരെയും നടപടി ഉണ്ടായേക്കുമെന്നാണ് സുരേഷ് സജി വിവരങ്ങൾ നൽകുന്നു തൃശ്ശൂരിൽ നിന്ന്. മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറനെ കൂട്ടുപിടിച്ച് ജാർഖണ്ഡിൽ BJP അട്ടിമറി നീക്കം നടത്തുന്നു എന്ന ആരോപണം. MLA-മാരെ ചാക്കിട്ടുപിടിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് ഹേമന്ത് സോറൻ ആരോപിച്ചു. BJP-യിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ചമ്പൈ സോറൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ജാർഖണ്ഡിലെ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ. BJP-യിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഡൽഹിയിൽ തുടരുന്നത് ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയെ വെട്ടിലാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് അട്ടിമറി നീക്കം ആരോപിച്ച് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രംഗത്തെത്തിയത്. MLA-മാരെ BJP ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. പണത്തിനു മുൻപിൽ MLA-മാർ ചാഞ്ചാടുന്നുവെന്നും ഹേമന്ത് സോറൻ. പാർട്ടി തോड़ने का काम करता है, आए दिन कभी इस विधायक को खरीद ले, कभी उस विधायक को खरीद ले, और पैसा ऐसा चीज है कि नेता लोग का तो ऐसे ही उन लोग को इधर उधर घसीटने में उन लोग को देरी नहीं लगता है. खैर कोई बात नहीं. हमारा इंडिया गठबंधन की सरकार 2019 से निरंतर जनता के बीच में खड़ी है. ചമ്പൈ സോറനെ NDA-യിലേക്ക് ക്ഷണിച്ച് കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയും രംഗത്തെത്തി. ചമ്പൈ സോറൻ പുലിയാണെന്നും പുലിയായി തന്നെ തുടരുമെന്നും ജിതിൻ റാം മാഞ്ചി. കൈപ്പേറിയ അനുഭവമുണ്ടെങ്കിൽ ചമ്പൈ സോറൻ തുറന്നു പറയണമായിരുന്നുവെന്ന് ജാർഖണ്ഡ് മന്ത്രി ബന്ന ഗുപ്ത. ചമ്പൈ സോറനെ അനുനയിപ്പിക്കാനുള്ള പരാമർശമായിരുന്നു ജാർഖണ്ഡ് PCC അധ്യക്ഷന്റേത്. അർപ്പണബോധമുള്ള നേതാവാണ് ചമ്പൈ സോറനെന്ന് PCC അധ്യക്ഷൻ കേശവ് മഹ്തോ കമലേഷ്. ഡൽഹിയിൽ തുടരുന്ന ചമ്പൈ സോറൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വൈകാതെ കൂടിക്കാഴ്ച നടത്തിയേക്കും. രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുക, മറ്റൊരു സംഘടന രൂപീകരിക്കുക, ഒരു കൂട്ടാളിയെ ലഭിക്കുമെങ്കിൽ ഒപ്പം മുന്നോട്ട് പോവുക എന്നിങ്ങനെ 3 സാധ്യതകളാണ് ഇനി തനിക്ക് മുൻപിലുള്ളതെന്ന് ചമ്പൈ സോറൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇതിലേത് വഴി തേടുമെന്നുള്ള കാര്യത്തിൽ ഇനിയും സസ്പെൻസ് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് വിനീത VG 24. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.